ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗുവെ ചാനൽ. മാരുതി സംവിധാനം ചെയ്ത് പ്രഭാസ് പ്രധാന നായകനായി എത്തുന്ന പുതിയ തെലുങ്ക് ചലച്ചിത്രമാണ് ദ രാജ സാബ്. അപ്പോൾ അതൊരു ഫാൻറ്റസി ഹൊറർ ത്രില്ലർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സോങ് ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോങ് നെയിം സഹാന സഹാന. അപ്പോൾ തമനസാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യ ഒരു സോങ് അവർ സിംഗിൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പെപ്പി ട്രാക്ക് പോലെ, ഒരു ഇൻട്രോ സോങ് പോലെ. അതെനിക്ക് അത്ര പിടിച്ചിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ രണ്ടാമത് ഒരു ലവ് സോങ് ആണ്. അപ്പോൾ ഇതിൽ നായികയായിട്ട് നിധി അഗർവാൾ, മാളവിക മോഹൻ എന്നിവരൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ സോങ്ങിൽ ആരാണെന്നൊക്കെ നമുക്ക് കണ്ടുപോകാം. അപ്പോൾ അത് റിയാക്ട് ചെയ്യാം. പ്രഭാസിൻ്റെ സിനിമയായ രാജാ സാബും ജനുവരി 9, 2026 ആൻഡ് തളപതി വിജയ് നായകനാകുന്ന ജനനായകനും ജനുവരി 2026 അപ്പോൾ എന്തായിരിക്കും, അതൊരു ക്ലാഷ് ആവാനൊന്നും അധികം ചാൻസ് ഒന്നുമില്ല. കാരണം അപ്പാർട്ട് ഫ്രം ദാറ്റ് രണ്ടും രണ്ട് ജോണർ പടങ്ങളാണ്. അതിൽ ഒരു ക്ലാഷിൻ്റെ ഒരു ഇഷ്യൂ വരാനുള്ള ഒരു ഇഷ്യൂ ബുദ്ധിമുട്ടും ഇല്ല. ധൈര്യമായിട്ടിരിക്കും. സ്ഥലങ്ങളൊക്കെ കൊള്ളാം. തമനസ് മ്യൂസിക്കൽ. രാധേശ്യാമല്ലാണ് പ്രഭാസ്, നിധി അഗർവാൾ. సహనా సహనా నా సఖి సహనా కలలో నిన్నే చూసానా సహనా సహనా అతిశయ గుణ మనసే నీకే రాసానా తోడులేక నన్న మొన్న కుదురుగా వేచున్నా రాజస్థాన్ ఎదురుగా నువ్వే వచ్చేసాక తిదులిక చూసేనా నా మధువిక నువ్వే ఫోటోషాప్ శరత్ చంద్రికా తేజయామిని. ഗൈസ്, കണ്ടപ്പോൾ എനിക്കൊരു ഫോട്ടോഷോപ്പ് ചെയ്ത ഒരു സാധനം പോലെയാണ് തോന്നിയത് പ്രഭാസിന്. തുടക്കം കണ്ടപ്പോൾ ഓക്കെ ആയിരുന്നു, പക്ഷെ നിങ്ങളിപ്പോൾ ഈ നടന്നു വന്നപ്പോൾ പ്രഭാസിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രഭാസിൻ്റെ മുഖം ഒരുമാതിരി എഡിറ്റ് ചെയ്ത പോലെയാണ്. ഫോട്ടോഷോപ്പ് പോലെ ചെയ്ത് ഇനി ഡാൻസ് കളിക്കൂലെന്നെല്ലാം പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് ഡൂപ്പിനെ നിർത്തിയാന്നാണ് തോന്നുന്നത്. ഗൈസ്, അത് അതിൽ കാണുന്നുണ്ട്, നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഡൂപ്പും അല്ലാണ്ടോടെ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ലല്ലോ. എന്നാലും അങ്ങനെ മുഖം കണ്ട് എന്തിനായിരിക്കും? కదిలే దేవత శ్రీవే శరచంద్రికా తేజయామిని నిలోత్పలనివే మందగామిని ప్రమద్దీపికా హంస భామిని కదిలే దేవత శ్రీవే. സ്റ്റെപ്പ് വേണ്ട. തല അജിത്തിനോട് സ്റ്റെപ്പ് വേണ്ട ഗൈസ്. കൈ ഇങ്ങനെ ആട്ടുക, ഷർട്ട് ഇങ്ങനെ പൊക്കുക, ഇങ്ങനെ ഷർട്ട് തല അജിത്തിന് ഇതുപോലത്തെ സ്റ്റെപ്പുകളാക്കി കിട്ടാറുണ്ട്. അപ്പൊ അതുപോലെയാണ്. കാരണം പ്രഭാസ് അനങ്ങുന്നില്ലല്ലോ, അങ്ങനെ ശരീരം ഒന്നും ഒരുപാട് അനക്കുന്നൊന്നുമില്ല, പയ്യെ നിന്നല്ലേ ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കൊറിയോഗ്രാഫും ഡാൻസ് ഒക്കെ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. പാട്ട് കുഴപ്പമില്ല, കേൾക്കാൻ കൊള്ളാം. ఇది శుభమా శుభమా నీ నేరుగా పంచేసావులేమ్మా చెరి సగమే సగుమా నీలో ఇంతలో ఎంతో మారెనమ్మా. అరే వినుమా వినుమా ఏమైపోయినా ఎంతో మారినా నీతో ఉంటానమ్మా. శరచంద్రికా తేజయామిని నీలోత్పలనివే మందగామిని ప్రమద్దీపికా హంస భామిని కదిలే దేవత స్త్రీవే శరచంద్రికా తేజయామిని నీలోత్పలనివే మందగామిని ప్రమద్దీపికా హంసవామిని కదిలే దేవత స్త్రీవే. ആക്ച്വലി എനിക്ക് തോന്നുന്നു മുമ്പ് പ്രഭാസ് നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഈ വലിയ സിനിമകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഡാൻസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും ഇല്ലാത്ത പോലെയൊക്കെ വന്നുമായിരുന്നു. പിന്നെ ഈ മാസം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതുപോലെ അതിനൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഫുൾ മാസാണ്, ഇടി അടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ടൊക്കെ അങ്ങനെയൊക്കെ പോയി. പിന്നെ ഈ ലാസ്റ്റായിട്ട് ഇതിലാണ് കുറച്ചുകൂടെ ഡാൻസ് അല്ലെങ്കിൽ കുറച്ച് അനങ്ങുന്നത്, അതായത് ഡാൻസിന് വേണ്ടിയിട്ടൊക്കെ അനങ്ങുന്നത് പ്രഭാസ്. അതിന് പ്രഭാസ് ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രഭാസ് വേണ്ടാത്ത പോലെ കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പുള്ളിക്ക് ചിലപ്പോൾ മുമ്പ് അറിയാമായിരിക്കും, പക്ഷെ ഇപ്പോൾ പുള്ളി കളിക്കുന്ന ഒരു എഫേർട്ടൊന്നും ഇടാതെ ചുമ്മാ ഇങ്ങനെ ഇവർ നിർബന്ധിച്ചുകൊണ്ട് ചെയ്തു വിടുന്ന പോലെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് കാണാനും കൊള്ളാം. എന്നിരുന്നാലും
പുള്ളി അത് വേണ്ടാത്ത പോലെയാണ് ചെയ്യണത്, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. പുള്ളി ഇനി ആ മാസ് പടങ്ങൾ അത് പുള്ളി ഈ ലെവലിൽ വരാൻ വേണ്ടി ബാഹുബലിയാണ് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം. അതിനുശേഷം പുള്ളിക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇമേജ് വിട്ട് വരുമ്പോഴേക്കും അത് പലപ്പോഴും വർക്കൗട്ട് ആവുന്നില്ല. അതാണ് ഈ രാധേശ്യാമൊക്കെ പൊട്ടി ഡിസാസ്റ്റർ ആയി പോയിട്ടുള്ളത്. അപ്പോൾ അത് പലപ്പോഴും വർക്കൗട്ട് ആവുന്നില്ല. ഇപ്പം തന്നെ ഇതിൽ ഇടയ്ക്ക് ഞാൻ കണ്ടപ്പോൾ കറക്റ്റ് ഫോട്ടോഷോപ്പ് പോലിരുന്നു മുഖം ഡൂപ്പാണ്, എനിക്കും തോന്നുന്നു ഡൂപ്പാണെന്ന്. ഞാൻ ഒരു ട്രോളിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് യു കാൻ പ്രൂവ് ഇറ്റ്, പ്രഭാസ് വാസ് ഡാൻസിങ് ആസ് എ ഡൂപ്പ്, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും മറ്റേ അങ്ങനെ മറ്റേ അതുണ്ടായിരുന്നു. അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, ഡൂപ്പ് വല്ലായിരിക്കും എന്തോ. പാട്ട് കൊള്ളാം, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും കൊള്ളാം. രാജാ സാബ് മാരുതി ഫിലിം. അപ്പോൾ 2026 ജനുവരി 9 രാജാ സാബ് പ്രഭാസ് നായകനാകുന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. കൂടെ തളപതി വിജയുടെ ജനനായകന് റിലീസിനെത്തുന്നു 9-ാം തീയതി. ആൻഡ് മാരുതിയാണ് സംവിധാനം ചെയ്യുന്നത്. മ്യൂസിക്കൽ തമിഴ്സാണ്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ പാട്ട് കൊള്ളാം, കേൾക്കാനൊക്കെ കൊള്ളാം. ആൻഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കൊള്ളാം. ആൻഡ് അഫ്കോഴ്സ് സത്യം പറയാമല്ലോ, ഞാനിതിൽ നിധി അഗർവാൾ ഉണ്ട്, പക്ഷെ നിധി അഗർവാൾ നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ഫുൾ ടൈം പ്രഭാസിനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പ്രഭാസ് ഡാൻസ് ചെയ്യുന്നത്, പ്രഭാസിൻ്റെ കോസ്റ്റ്യൂം, പ്രഭാസ് ആ രാജസ മോഡൽ ഡ്രസ്സൊക്കെ ചുവപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതൊക്കെ. അപ്പോൾ അതെനിക്ക് ഫെൽറ്റ് ക്യൂട്ട്. അത് ഞാൻ ആക്ച്വലി ഇതിൽ നിധി അഗർവാൾ ഉണ്ടെന്നേ ഞാൻ മറന്നുപോയി. നിധി അഗർവാളെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുമില്ല. പ്രഭാസിനായിരുന്നു എൻ്റെ ഫുൾ ഫോക്കസ്. ഡാൻസ് ചെയ്യുന്നതും പുള്ളി എഫേർട്ട് ഇടുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡാൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വേണ്ടാത്ത പോലെയാണ്. ഇന്ന് ആരോ നിർബന്ധിച്ചു പോലെ. എനിക്ക് ഇടയ്ക്കൊക്കെ ഡൂപ്പ് വരുന്നോ എന്ന് ഡൗട്ടുണ്ട്. കാരണം ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, അതൊരു ഡൂപ്പ്, അത് മുഖം ഫോട്ടോഷോപ്പ് ചെയ്ത് ഓരോ ഒരു തോന്നൽ, അത് ഡൂപ്പാണെന്നാണ് തോന്നുന്നത്. അതായത് കുറച്ച് 1-2 സ്ഥലങ്ങളിലൊക്കെ ഡൂപ്പ് ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ. കാരണം ആ പുള്ളി ഡാൻസ് ചെയ്യുന്നതും എനിക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നതൊക്കെ ഡൂപ്പാണോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പ്രഭാസിനെ കാണാനും നല്ല ലുക്കൗട്ട് ഉണ്ടായിരുന്നു. നിധി അഗർവാളും കാണാനൊക്കെ നല്ല ഗ്ലാമറായിട്ട്. പക്ഷെ എനിക്ക് നിധി അഗർവാൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തില്ല. ഞാൻ പ്രഭാസിനാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല റിച്ച് ക്വാളിറ്റിയിൽ, നല്ല കായലും ഒരു നദിയും ആ പൂവും പച്ചപ്പും എല്ലായിട്ട് നല്ല കാണാനൊക്കെ നല്ല ഒരു എന്താ ഒരു കൊള്ളായിരുന്നു, കാണാനൊക്കെ കൊള്ളായിരുന്നു. ആ പ്ലേസും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. മ്യൂസിക്കും ആ ഇടയിൽ വരുന്ന സ്കോറൊക്കെ സൂപ്പറായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു ഫാൻറ്റസി ഹൊറർ പടമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവർ ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ഹൊറർ ഫിലിം, ഇന്ത്യയുടെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഹൊറർ ഫിലിം ആയിരിക്കും ഇതെന്നാണ് അവർ, ആ സ്റ്റേറ്റ്മെൻറ്റാണ് അവർ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ തന്നത്. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതെനിക്കെന്ന് എന്തോ വർക്കൗട്ടൊന്നും ആയില്ല. കുറച്ച് കോപ്പി അടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കണ്ടറിയാം പടം എങ്ങനെയാണ് വരുന്നതെന്ന്. അത് ഒരു ഹൊറർ ഫാൻറ്റസിയാണ്. പിന്നെ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മൂന്നോ മാളവിക മോഹൻ, പിന്നെ നിധി അഗർവാൾ, പിന്നെ സറീന വഹാബ്, അങ്ങനെ 3-4 നായികമാരുണ്ട്, ഒറ്റ നായകൻ പ്രഭാസ്. ഇതിൽ കൂടാതെ സഞ്ജയ് ദത്തും സിനിമയിൽ വരുന്നുണ്ട്. മിക്കവാറും സഞ്ജയ് ദത്ത് ആയിരിക്കണം വില്ലൻ. അങ്ങനെ ഈ സിനിമ ഒരു ഹൊറർ കോമഡി ഫാൻറ്റസി ആയിട്ടാണ് വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതും ഒരു ടൈം ട്രാവൽ ടൈപ്പ്, അല്ലെങ്കിൽ ഒരു ചന്ദ്രമുഖി പോലത്തെ ടൈപ്പ്. അതായത് ഒരു ചെറിയ ഒരു ഫ്യൂച്ചറിലെ ഒരു പ്രഭാസ്, ഇതുപോലെ കളിച്ച് കിടക്കുന്ന ഒരു പ്രഭാസ്, കളിച്ച് ചുമ്മാ ഇങ്ങനെ അത് വെറുതെ ടൈം പാസിന് നിൽക്കുന്ന ഒരു പ്രഭാസ്. പിന്നെ പണ്ടത്തെ ഒരു രാജാവിനെ പോലത്തെ ഒരു പ്രഭാസ് ഈ സിനിമയിലുള്ളതായിട്ട് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അപ്പം മൊത്തം കണ്ടിട്ട് അങ്ങനത്തെ ഒരു ടൈം പീരീഡും തോന്നുന്നുണ്ട്. പിന്നെ ഒരു ഹൊറർ ആണെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ഹൊറർ ആണെന്നൊക്കെ വരുമെന്ന് പറയുന്നത് അതിനി കണ്ടാലേ മനസ്സിലാവും അതെന്താ അങ്ങനെയാണ്. പിന്നെ തമനസാണ് മ്യൂസിക്. ആദ്യ പാട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു, പക്ഷേ ഈ രണ്ടാമത്തെ ലവ് സോങ്ങും കൊള്ളാം, ആ മ്യൂസിക്കും കൊള്ളാം, ലിറിക്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും ആ ഒരു സുഖമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പാട്ട് ഞാൻ പറഞ്ഞില്ലേ, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം, നിധി അഗർവാൾ കൊള്ളാം, മ്യൂസിക്കും കാര്യങ്ങളും കൊള്ളാം, പ്രഭാസും കൊള്ളാം. പക്ഷെ ഇടയ്ക്ക് എനിക്ക് പ്രഭാസ് ഡൂപ്പിലാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഡൂപ്പിലാണ് പ്രഭാസ് വരുന്നു എന്നൊരു ഡൗട്ടുണ്ട്. ഫസ്റ്റ് ആ തുടക്കം കണ്ടപ്പോൾ കറക്റ്റ് എനിക്ക് ഫോട്ടോഷോപ്പ് പോലെ തോന്നി. അതായത് പ്രഭാസ് അല്ല, അത് ഡൂപ്പാണ്. അങ്ങനെ എന്താണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഡൂപ്പാണ്, അത് പ്രഭാസ് അല്ല, പ്രഭാസ് വേറെ ആരോ ആണ്, ഇത് വേറെ ആരോ ആണ് വന്നിരിക്കാൻ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നി. മൊത്തത്തിൽ പടവും ജനുവരി 9 റിലീസ് ചെയ്യുന്നുണ്ട്.
തളപതി വിജയുടെ ജനനായകനും 9 റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് സെക്കൻഡ് സിംഗിൾ ഇറങ്ങി രാജാ സാബില്. ഇനി ജനനായകനിലെ സെക്കൻഡ് സിംഗ് നാളെ ഇറങ്ങും. ഒരേ പേര് അങ്ങനെ ഒരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രോമോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വൺ നെയിം ഹിസ്റ്ററി അങ്ങനത്തെ ഒരു ലെവൽ ഒരു മാസാന്തമായിരിക്കും പ്രതീക്ഷിക്കുന്നത് തളപതിക്ക് അങ്ങനെ. അപ്പോൾ വിവേകാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്, അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിനോദ് സംവിധാനത്തിൽ തളപതി വിജയ് ജനുവരി 9, 2026 പൊങ്കൽ റിലീസിനായിട്ടാണ് ജനനായകൻ എത്തുന്നത്. പോലീസ് വേഷം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയായിരിക്കും ജനനായകനെന്ന്. അപ്പോൾ ഈ ജനനായകനും രാജാസാബും തമ്മിലുള്ള ക്ലാഷും എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. മിക്കവാറും ഇതിൽ വലിയ കോമ്പറ്റീഷൻ ഒന്നും വരാനൊന്നും ചാൻസ് ഇല്ല. കാരണം അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്നത് ജനനായകൻ തന്നെയായിരിക്കും മേൽക്കോയ്മ നിൽക്കുന്നത്. കാരണം അവിടെ ഇപ്പം നോർത്ത് സൈഡിലൊക്കെ പ്രഭാസിൻ്റെ കാര്യങ്ങളൊക്കെ നിൽക്കുമായിരിക്കും. ഇവിടെ വരുമ്പോഴേക്കും തളപതിയുടെ കാര്യങ്ങളൊക്കെ നിൽക്കുമായിരിക്കും. പക്ഷെ കണ്ടറിയാം, കാരണം ചിലപ്പോൾ വെർഡിക്റ്റ് മാറിയാലോ, റിവ്യൂസ് മാറിയാലോ, പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം അങ്ങനെ എല്ലാം അടുത്ത് വരുന്നേലേ ഉള്ളൂ. ജനുവരി 1 ആകുമ്പോഴേക്കും ആ കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് ചോര തിളയ്ക്കും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ പാട്ട് മൊത്തത്തിൽ കൊള്ളാം. പക്ഷെ പ്രഭാസിൽ ചെറിയൊരു ഡൂപ്പ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഗൈസ്.